വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാൻ കൗൺസിൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 മസ്കറ്റ് അൽഫലാജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മാനവീയം 2024 എന്ന വളരെ വ്യത്യസ്തവും മനോഹരമായ ദൃശ്യവിരുന്ന് ഒരുക്കുന്നതിന്റെ പോസ്റ്റർ പ്രകാശനം റൂവി ഗോൾഡൻ തുലിപ് ഹോട്ടലിൽ വെച്ച് നടന്നു. മിഡിൽ ഈസ്റ്റ് റീജിയണൽ കോർഡിനേറ്റർ ഉല്ലാസ് ചെറിയാൻ, ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാറിന് മാനവീയം 2024 പോസ്റ്റർ നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം. സഫാരി ടിവിയുടെ സ്ഥാപകനും പ്രമുഖ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമായ ലേബർ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറുമായ സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൂടാതെ പിന്നണി ഗായകരായ നദീം അർഷദും ഭാഗ്യരാജും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും പ്രശസ്ത മിമിക്രി താരം രാജേഷ് അടിമാലിയും സംഘവും അവതരിപ്പിക്കുന്ന കോമഡി ഷോയും ഒമാനിലുള്ളവർക്ക് വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാൻ ഘടകം നൽകുന്ന വ്യത്യസ്തവും മനോഹരവുമായ ദൃശ്യവിരുന്ന് ആയിരിക്കും. ലോകമെമ്പാടുമുള്ള മലയാളികളെ കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ വിവിധ പ്രശ്നങ്ങളെ നേരിടുവാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു സുഹൃത്താണ് വേൾഡ് മലയാളി ഫെഡറേഷൻ. വേൾഡ് മലയാളി ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ 20 ആഗോള ഫോറങ്ങളിലൂടെയാണ്. ആ ആഗോള ഫോറങ്ങൾ ഒന്ന് വിമൻസ് ഫോറം, പ്രവാസി വെൽഫെയർ ഫോറം, സ്പോർട്സ് ഫോറം, ആർട്സ് ഫോറം, സ്റ്റുഡൻസ് ഫോറം, യൂത്ത് ഫോറം. 2016 സെപ്റ്റംബർ 21 ആസ്ട്രേലിയയിലെ വിയന്ന കേന്ദ്ര ആസ്ഥാനമായി ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന കഴിഞ്ഞ 7 വർഷങ്ങൾക്കുള്ളിൽ 6 വൻകരകളിലായി 166 രാജ്യങ്ങളിൽ 229 പ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാൻ കൗൺസിൽ സംഘടിപ്പിക്കുന്ന മാനവീയം 2024 റെഡ് ക്യൂബ് ഇവന്റ്സിന്റെ മാനേജ്മെന്റിലായിരിക്കും അരങ്ങേറുക. എൻലൈറ്റ് ന്യൂസ്, മസ്കറ്റ്.